നമസ്കാരം. അഭയാർത്ഥികളുടെ ആവശ്യങ്ങൾ വർഷങ്ങളായി കോൺഗ്രസ് സർക്കാർ അവഗണിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് ഭാരത ജനാധിപത്യത്തിന്റെ ശക്തിയാണെന്നും കോൺഗ്രസിന് ഒരിക്കലും പൗരത്വം റദ്ദാക്കാൻ കഴിയില്ലെന്നും അസംഗഡിലെ NDA റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നിങ്ങളുടെ മുഖം മൂടിയാണ് വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത്. കാപട്യക്കാരാണ് നിങ്ങൾ. 60 വർഷം ഈ നാടിനെ നിങ്ങൾ വർഗീയ വിദ്വേഷത്തിന്റെ തീയിൽ എരിച്ചു. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും CAA റദ്ദാക്കാനാകില്ല. വിഭജനത്തിന്റെ ഇരയായവർക്ക് പൗരത്വം നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചു. ഭാരത ജനാധിപത്യത്തിന്റെ ശക്തി ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ്. ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ സ്ഥാനം നിലവിൽ ഉന്നതിയിലാണ് നിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതോടെ നിയമം നടപ്പാക്കുന്നതിനെതിരെ ചിലർ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായില്ല. നിയമത്തെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ തന്നെ നൽകാൻ ശ്രമിച്ചുവെന്ന് എടുത്തു പറയേണ്ടതാണ്. പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചതും പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളെ വെല്ലുവിളിയായി ഏറ്റെടുത്ത് നിയമം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി പ്രകടിപ്പിച്ചതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ഇസ്ലാമിക രാജ്യങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ യാതൊരു അനുപാതവുമില്ലാതെയാണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും പൗരത്വ ഭേദഗതി നിയമത്തെ അന്ധമായി എതിർത്തുകൊണ്ടിരുന്നത്. പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിലായപ്പോഴും അത് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോഴും ജിഹാദി ശക്തികൾക്കൊപ്പം നിന്ന് എതിർക്കുകയായിരുന്നു. നിയമം നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും. പൗരത്വ നിയമം സംസ്ഥാനങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നുകൊണ്ട് അറിഞ്ഞിട്ടും വർഗീയ കലാപം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും പാകിസ്ഥാനുമായി നല്ല ബന്ധത്തിലാണെന്ന് എടുത്തു പറയേണ്ടതാണ്. ദിനംപ്രതി അവരുടെ പരാമർശങ്ങൾ എപ്പോഴും പാകിസ്ഥാന് അനുകൂലമാണ്. പാകിസ്ഥാനും അതുപോലെ തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ CAA നിർത്തലാക്കുമെന്ന് ആരും കരുതണ്ട. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല. CAA എന്ന ഒറ്റ കാരണത്തിൽ BJP മികച്ച ഭൂരിപക്ഷം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മികച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ BJP വിജയിക്കുമെന്നും നമുക്ക് അറിയാവുന്നതാണ്.